ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നോർമലി ഉണ്ടാക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ, അതായത് നമ്മുടെ ചില്ലി ഗോബി അങ്ങനത്തെ അതിൽ നിന്നും ഡിഫറെൻ്റായിട്ട് വേറൊരു രീതിയിലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ 2 കോളിഫ്ലവർ ഞാൻ മേടിച്ച് വെച്ചിട്ട് ഒരു 2-3 ദിവസമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അത് ഫ്രൈ ആക്കിയില്ലെങ്കിൽ ഇനി അത് കേടായി പോകുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഞെട്ടി വശം വെച്ച് നമുക്കിങ്ങനെ മുറിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പീസായിട്ട് എടുക്കാൻ ഈസിയാണ് കേട്ടോ. അതിന് ശേഷം നമ്മളിങ്ങനെ അധികം ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ചെത്തി കളയാം കേട്ടോ. പിന്നെ നാശമായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗം എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെറിയ കളറ് പോലെ തോന്നുന്നത് ഞാൻ കട്ട് ചെയ്ത്, പിന്നെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ അടർത്തി എടുക്കാൻ വേണ്ടി കിട്ടും. വല്ലാണ്ട് വലിയ പീസ് വരുമ്പോൾ മാത്രം ഇങ്ങനെ കത്തി വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നോർമലി നമുക്കിങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കുവാണെങ്കിൽ ഇങ്ങനെ പീസായിട്ട് വരും. വല്ലാണ്ട് വലിയ പീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഞെട്ടി ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. കുറച്ചിങ്ങനെ നീളത്തിൽ നിൽക്കുന്നതാണ് എന്താ നമുക്ക് വറുത്ത് കഴിയുമ്പോഴേ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവാം. അത് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. വല്ലാണ്ട് കുക്കാവണ്ട, ഒരു 80% കുക്കാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആകെ പാടെ കുഴഞ്ഞു പോകും. പിന്നെ ഒരു ബൗളിലോട്ട് ആവശ്യമായിട്ടുള്ള, നമ്മൾ എടുക്കുന്ന കോളിഫ്ലവറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ പെരിഞ്ചീരകം ചതച്ചത്, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ സോയാ സോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നോർമലി ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് വേറെ, ഈ ഒരു ടേസ്റ്റ് വേറെ, മനസ്സിലായോ? അപ്പോൾ അതുണ്ടാക്കി കുറച്ച് മടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടാക്കി തുടങ്ങാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇതിലോട്ട് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മെഷർമെൻറ്റാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന കോളിഫ്ലവറിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം സ്പൈസ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇത്തിരി അധികം ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതിലോട്ട് 1 ഗ്ലാസ് അളവിൽ അരിപ്പൊടി, നൈസായിട്ടുള്ള പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട്. ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് അരേനെക്കാട്ടും കൂടുതലായിട്ട് കോൺഫ്ലവറും, ഈ ടീസ്പൂണിൽ തന്നെ നമ്മൾ നേരത്തെ അളന്ന ടീസ്പൂണിൽ തന്നെ ഒരു 1/4 to 1/2 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്ത് വേണം, ബേക്കിംഗ് സോഡയും കൂടെ വേണം കേട്ടോ. ഇത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മുട്ട ആഡ് ചെയ്യാം. ഞാൻ മുട്ട ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കായം പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് 65 ആ ഒരു വെർഷനിലാണ് ആ ഒരു ടേസ്റ്റ്. ഇത് വേറൊരു ടൈപ്പാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ മസാലയൊക്കെ ഇട്ടേക്കണം, കാരണം ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 80% മാത്രം കുക്ക് ചെയ്തിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴയ്ക്കല്ല, മീൻസ് ആ കോട്ടിങ് നമ്മൾ ഇതിന് കോട്ട് ചെയ്തെടുക്കണമല്ലോ ഈ മാവ്. അപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾക്ക് ഇങ്ങനെ ഓരോന്നാക്കി എടുക്കണം. ഇങ്ങനെയാകുമ്പോൾ ഒരു 80% വേവുമ്പോൾ ഇത് ഉടയില്ല ഒട്ടും, എന്നാൽ കുക്കായിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഈ 20% കുക്കായിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീഡിലായാലും ഇതുമ്പോൾ ഇങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കോട്ടിങ്, അതായത് ഈ നമ്മുടെ ഈ മാവുണ്ടല്ലോ, അത് എല്ലാ കോളിഫ്ലവറും ഇങ്ങനെ കോട്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടണം. ഇപ്പോൾ നമ്മൾ ഇതൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലാണ് അതിൻ്റെ ഉപ്പും മുളകൊക്കെ പിടിക്കത്തുള്ളൂ. പിന്നീട് ഒരു പാൻ വയ്ക്കുക. പാനിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 65ൻ്റെ രീതിയിലല്ല, ഇതൊരു നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ശരിയെടുത്ത് ഓരോന്നായിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഞാൻ വല്ലാണ്ട് അധികം ഓയിലിൽ ഫ്രൈ ചെയ്യുന്നില്ല, ഡീപ്പ് ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും ഒരു 1/2 പോർഷൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കേട്ടോ. ഫുള്ളായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഒരുപാട് ഓയിൽ കൺസ്യൂം ചെയ്യല്ല, ഒരുപാട് ഓയിൽ നമ്മൾ ഒഴിക്കണം. പിന്നെ വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ എടുക്കുക. പിന്നെ വല്ലപ്പോഴൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓയിൽ പിന്നെ എടുക്കില്ലല്ലോ. അപ്പോൾ ഇന്നുണ്ടാക്കി നാളെ അല്ലെങ്കിൽ മറ്റന്നൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ഓയിലാണ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓയിലല്ല, നമ്മുടെ വെളിച്ചെണ്ണ. ഇതൊരുവിധം കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു പിടി 2-3 തണ്ട് കരിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ഒരു 4-5 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ
ഇതിൻ്റെ ഒരു സ്മെല്ല് ഈ പച്ചമുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും ഇടുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അത് കടിച്ച് തിന്നാനും പറ്റും, കാരണം ഇതൊരു ക്രിസ്പി ആവും പച്ചമുളകൊക്കെ. അപ്പോൾ നല്ല ഭംഗിയുമാണ്. ഇത് ഫുൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഓട്ടയുള്ള പാത്രമുള്ള എണ്ണ പോകാൻ വേണ്ടിയിട്ടേ അങ്ങനത്തെ ഒരു ഇതിൽ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഓരോ ബാച്ചായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും. അപ്പോൾ വാരി കോരിയിടുന്നതാണ്. ആദ്യത്തെ 2 കോട്ടൊക്കെ ഞാൻ സിംഗിളായിട്ട് ഇട്ടെ, പിന്നെ ഞാനിങ്ങനെ ഇട്ടു. അപ്പോൾ അതും കൂടെ കുക്കായി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് കോരി ഇത് നമുക്ക് മയോണൈസിൻ്റെ കൂടെയോ സോസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഡെലീഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.